ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള വർഗീസ് മാത്യു അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് ഈ ഞായറാഴ്ച ദിവസം ആരാധനയിൽ നമുക്ക് പങ്കുചേരുവാൻ ഇടയായി തീരുന്നുണ്ടല്ലോ. ദൈവവചന കേൾവിക്കായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ആയിരിക്കാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ച വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ടത്. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സസ് 1-9. ചില വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുന്നു. 6-ാമത്തെ വാക്യം: അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിൽ ആക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. 14-ാമത്തെ വാക്യം കൂടെ വായിക്കുന്നു. അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക്, നിന്റെ വചനത്തിൻ്റെ മുൻപാകെ ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരുവാൻ നീ ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ സാവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കരയറ്റുകയാണ്. പ്രിയ കർത്താവേ, നിന്റെ വചനം ദിനം തോറും ഞങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഉത്തേജനത്തിനും ഞങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള വെളിച്ചത്തിനായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്നും ആ വെളിച്ചത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, കാംക്ഷിക്കുകയാണ്. അടിയനെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നൽകി തന്ന ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം പ്രിയ കർത്താവേ, വാക്കും ശബ്ദവും നീ അവിടുന്ന് നൽകി തരണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയായി തീരണമേ. മുൻപോട്ടുള്ള നിമിഷങ്ങൾ നിന്റെ കൃപയിൽ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിയണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഞാൻ ഒരു രോഗിയാണ്. ഒരു പക്ഷെങ്കിൽ ഇത്തരത്തിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പേടിയും ഒരു ഭയവും ഉണ്ട്. ഇന്ന് സഭയായിട്ട് ചിന്തിക്കുന്ന വിഷയം, ഇന്ന് സഭയായിട്ട് മെഡിക്കൽ മിഷൻ സൺഡേ ആയിട്ട് ആചരിക്കുമ്പോൾ ചിന്തിക്കാൻ വേർതിരിച്ചിരിക്കുന്ന വിഷയം ദ ഹോളിസ്റ്റിക് ഹീലിംഗ് ദറ്റ് ക്രൈസ്റ്റ് ഗിവ്സ്. യേശു നൽകുന്ന സമഗ്ര സൗഖ്യം. ഞാനൊരു രോഗിയാണ് എന്ന് പറയാൻ ഉള്ള ഒരു കാരണം WHO ഹെൽത്തിന് കൊടുത്തിരിക്കുന്ന ഒരു നിർവചനം, ഒരു ഡെഫിനേഷൻ, അതിപ്രകാരമാണ്: a state of complete physical, mental and social well-being, not simply an absence of illness or disease. ഒരു മനുഷ്യൻ്റെ ഫിസിക്കലായിട്ട്, മെൻ്റലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള ഒരു വെൽബീയിങ്ങിനെയാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഒരു രോഗമില്ലാത്ത ഒരു അവസ്ഥയോ അസുഖമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമല്ല നമ്മൾ ഹെൽത്തി ആകുന്നു എന്നതിൻ്റെ ഒരു തെളിവ്. എന്നാൽ നമ്മുടെ മെൻ്റൽ, സോഷ്യൽ, ഇമോഷണൽ എല്ലാ തരത്തിലേമുള്ള ഒരു വെൽബീയിങ് ആകുമ്പോഴാണ് ഒരു മനുഷ്യൻ ഹെൽത്തിയായി എന്ന് കരുതപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കർത്താവിൻ്റെ പഠിപ്പിക്കലും കർത്താവിൻ്റെ ശുശ്രൂഷകളും എല്ലാം എടുത്തു നോക്കിയാൽ ഇത്തരത്തിലെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് കർത്താവ് സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു മനുഷ്യൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരു 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 ഹെൽത്തിനെസ് ആണ് കർത്താവ് ആഗ്രഹിച്ചത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം തുടർന്നുള്ള ഗിരിപ്രഭാഷണമാണ്. ആ ഗിരിപ്രഭാഷണത്തിനകത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ആസ്പിറേഷൻസും മാറിയെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് നേച്ചറിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ. എൻ്റെ ജീവിതത്തിൽ വേദപുസ്തക തലത്തിലും ഒരു പക്ഷെങ്കിൽ WHO നിർവചിക്കുന്നതായിട്ടുള്ള ഈ ഒരു ഡെഫിനേഷനും എടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ഒരു സ്ട്രഗിളാണ് ഈ ഒരു ഹോൾനെസ്സിലേക്ക് എത്തുക എന്ന് പറയുന്നത്. കാരണം ഒരു ഹോൾനെസ്സിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ ഹാർമണിയാണ്. എല്ലാ എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത ഏരിയകളെയും ഒരുമിച്ച് ചേർത്തണച്ചിക്കുന്ന ഒരു ഹാർമണിയാണ് ഈ ഹോൾനെസ് എന്ന് പറയുമ്പോൾ. അവിടെ എൻ്റെ ശരീരമുണ്ട്, എൻ്റെ ഇമോഷനുണ്ട്, എൻ്റെ ആധ്യാത്മികതയുണ്ട്, എൻ്റെ ബന്ധങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴാണ്
ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് ഹെൽത്തി ആയി തീരുന്നത്. എന്തുകൊണ്ട് ഞാൻ രോഗിയാകുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഡോക്ടറിനെ കാണുന്നതിന് മുൻപ് തന്നെ എനിക്കറിയാം ഡോക്ടർ എന്നോട് എന്തൊക്കെയായിരിക്കും പറയുന്നത് എന്ന്. ആദ്യമേ ഡോക്ടർ കാണുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അച്ഛൻ്റെ വെയിറ്റ് കുറയ്ക്കണം, അച്ഛൻ ഓവർ വെയിറ്റ് ആണ്. ഇതെനിക്കറിയാം എന്നിരുന്നാൽ പറഞ്ഞാൽ പോലും നിരന്തരം എക്സസൈസ് ചെയ്യാനായിട്ട് സാധ്യമായി തീരാത്തത് കൊണ്ട് ഈ വെയിറ്റ് ഇങ്ങനെ തന്നെ തുടർന്ന് പോകുകയാണ്. എൻ്റെ ഇമോഷണൽ ജീവിതം ഞാനൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കോപം എനിക്ക് പെട്ടെന്ന് വരുന്ന കൂട്ടത്തിലാകുന്നു. എന്നാൽ അതിനെ എനിക്ക് പൂർണ്ണമായിട്ട് ഒന്ന് അടക്കാനായിട്ട് സാധ്യമായി തീരുന്നില്ല. എൻ്റെ ആധ്യാത്മികം സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ജീവിതം എടുത്തു നോക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, ദൈവവുമായിട്ടുള്ള ഒരു ഇന്റൻഷണൽ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ കൂടേണ്ട ഒരു അവസ്ഥയും ഒരു സാഹചര്യവും ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന്. പബ്ലിക് മിനിസ്ട്രിയിൽ ആയതുകൊണ്ട് മാത്രമല്ല, ഈ ശുശ്രൂഷ തുടർന്ന് ചെയ്യണമെങ്കിൽ ദൈവവുമായിട്ട് അത്തരത്തിലെ ഒരു ബന്ധം പുലർത്തിയെങ്കിൽ മാത്രമേ എനിക്ക് ഈ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ബോധ്യം കൊണ്ടാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഏതൊരു ജീവിത അവസ്ഥ എൻ്റേതെടുത്ത് നോക്കുമ്പോഴും, എൻ്റെ ഫിസിക്കൽ ആയാലും എൻ്റെ മെൻ്റൽ ആയാലും എൻ്റെ ഇമോഷണൽ ആയാലും എൻ്റെ സ്പിരിച്വൽ ലെവലിലായാലും ഈ ഒരു ഹോൾനെസ്സിലേക്ക് ഇന്ന് എനിക്ക് എത്താനായിട്ട് സാധ്യമായി തീർന്നിട്ടില്ല. എനിക്കെത്താൻ സാധ്യമായി തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ മുൻപിൽ ഇരിക്കുന്നതായിട്ടുള്ള 5-6 പേരും ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരും ഞാൻ പറയും, നമ്മളെല്ലാവരും രോഗികളാണ്. ഒരു പക്ഷെങ്കിൽ അസുഖം കാണത്തില്ല, ഒരു പക്ഷെങ്കിൽ രോഗലക്ഷണങ്ങൾ കാണത്തില്ല, പക്ഷെങ്കിൽ ഇൻ വൺ വേ ഓർ ദി അതർ നമ്മളെല്ലാവരും രോഗികളാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. വ്യത്യസ്തമായിട്ടുള്ള ഇമോഷണൽ ട്രോമാസ്, വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കൂടെ നമ്മളെല്ലാവരും പോയിക്കൊണ്ട് ഇരിക്കുകയാണ്. കർത്താവിൻ്റെ ശുശ്രൂഷ എടുത്തു നോക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട തലങ്ങളിലാണ് കർത്താവിൻ്റെ ശുശ്രൂഷയെ നമുക്ക് കാണാൻ പറ്റുന്നത്. വൺ വാസ് ടീച്ചിങ്, ദി അതർ വാസ് പ്രീച്ചിങ് മിനിസ്ട്രി ആൻഡ് ദ തേർഡ് വാസ് ഹീലിംഗ് മിനിസ്ട്രി. ഈ 3 ഡൈമെൻഷൻസും കർത്താവ് ഏറ്റവും അനുഗ്രഹപ്രദമായ ശുശ്രൂഷ നിർവഹിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്താകുന്നു ഈ 3 ശുശ്രൂഷകളുടെയും ഒരു ഊന്നൽ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ടീച്ചിങ് ഷോസ് ജീസസ് കൺസേൺ ഫോർ അണ്ടർസ്റ്റാൻഡിങ്. മനസ്സിലാക്കൽ, എങ്ങനെയാണ് എന്താണ് എന്നതിനെക്കുറിച്ച് മറ്റുള്ളവർ മനസ്സിലാക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹവും താല്പര്യവും കർത്താവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശുശ്രൂഷയിൽ പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡൈമെൻഷൻ ആയിരുന്നു. പ്രീച്ചിങ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ഹിസ് കൺസേൺ ഫോർ കമ്മിറ്റ്മെന്റ്. കർത്താവിൻ്റെ പ്രഭാഷണങ്ങൾ, കർത്താവിൻ്റെ പ്രസംഗങ്ങൾ എല്ലാം എടുത്തു നോക്കുമ്പോൾ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ആളുകൾ എത്തിച്ചേരണം എന്ന് നമുക്ക് ആ പ്രഭാഷണങ്ങളിലെല്ലാം കാണാനായിട്ട് സാധ്യമായി തീരും. സൗഖ്യദായ ശുശ്രൂഷ ഇറ്റ് കൺസേൺ ഫോർ ഹോൾനെസ്. ഒരിക്കലും ഒരാളുടെ ഒരു രോഗം മാറ്റുക എന്ന് മാത്രമല്ല, സൗഖ്യദായക ശുശ്രൂഷകളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കർത്താവ് നൽകിയതായിട്ടുള്ള സൗഖ്യങ്ങൾ എല്ലാം തന്നെ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. യോഹന്നാന്റെ സുവിശേഷം മറ്റെല്ലാ സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ അത്ഭുതങ്ങളില്ല. മറ്റെല്ലാ സുവിശേഷങ്ങളിലും മിറക്കിൾസ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അടയാളമാകുന്നു, അവിടെ അത്ഭുതങ്ങളില്ല. ഇത് 3ാമത്തെ അടയാളമാണ്. ആദ്യത്തെ അടയാളം വെള്ളത്തെ വീഞ്ഞാക്കുന്ന കാനാവിലെ ആ ഒരു അനുഭവമാണ്. 2ാമത്തെ ഒരു അനുഭവം ഒരു മരിക്കാറായിരിക്കുന്ന കുഞ്ഞിന്റെ അപ്പൻ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നതായിട്ടുള്ള ഒരു അനുഭവം, അവിടെ സൗഖ്യം ലഭിക്കുന്ന അനുഭവമാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ 3ാമത്തെ അടയാളം. ആദ്യത്തെ 2 അടയാളത്തിലും there is someone else who is bringing up the need. കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കുന്ന അനുഭവത്തിൽ കർത്താവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ വന്ന് കർത്താവിനോട് പറയുകയാണ്, there is a shortage of wine over here. 2ാമത്തെ അനുഭവത്തിൽ ഈ മരിക്കാറായിരിക്കുന്ന മകനെ രക്ഷിക്കണം, അവനൊരു വിടുതൽ വേണം എന്ന് ഈ അപ്പൻ വന്ന് കർത്താവിനോട് പറയുകയാകും. എന്നാൽ ഈ 3ാമത്തെ അനുഭവം ഇപ്പോൾ വായിച്ച ഈ വേദഭാഗത്ത് ഇവിടെ ആരും കർത്താവിനോട് വന്ന് പറയുന്നില്ല. കർത്താവ് ഈ സൗഖ്യം നേരിട്ട് കൊടുക്കുകയാണ്. ഹി ഇന്റൻഷനലി ഹീൽഡ് ദിസ് മാൻ. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു അടയാളം ഒരു ചലഞ്ചായിരുന്നു. ശബത്ത് ദിവസമാണ് ഇത് നടക്കുന്നത്. അന്നത്തെ ട്രഡീഷണൽ റിലീജിയൻ സിസ്റ്റത്തിനോടുള്ള ഒരു ചലഞ്ചായിട്ട് ഇതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇന്ന് നമ്മുടെ വിഷയം ഹോളിസ്റ്റിക് ഹീലിംഗ് ആകുന്നു. ഇന്ന് നമ്മുടെ വിഷയം ജെറുസലേം ബെത്തസ്ത എന്ന് പറയുന്ന സ്ഥലത്താകുന്നു ഈ സംഭവം നടത്തിയിരിക്കുന്നത്. ജെറുസലേം ബെത്തസ്ത എന്ന് പറയുന്ന സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. വേദപുസ്തകം ആകമാനം നോക്കുമ്പോൾ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് പീസ്, സമാധാനത്തിന്റെ സ്ഥലമാകുന്നു ജെറുസലേം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്
അനുഗ്രഹത്തിന്റെ സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ പ്ലേസ് ഓഫ് ഹീലിംഗ്. സൗഖ്യത്തിന്റെ സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. ബെഥസ്ത എന്ന് പറയുന്ന ഈ വാക്കിന്റെ അർത്ഥം തന്നെ ഹൗസ് ഓഫ് മെർസി എന്നാണ്, കരുണയുടെ ഭവനം. എന്നാൽ ഈ തലങ്ങളെല്ലാം എടുത്തു നോക്കിയാൽ സമാധാനത്തിന്റെ ഇടമായിരിക്കുന്ന യെരുശലേമിൽ ഒത്തിരി പേര് സമാധാനമില്ലാത്തവരുണ്ട്. അനുഗ്രഹത്തിന്റെ ഇടമായിരിക്കുന്ന യെരുശലേമിൽ ഒത്തിരി പേർ അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നവരുണ്ട്. സൗഖ്യത്തിന്റെ ഇടമായിരിക്കുന്ന ഈ യെരുശലേമിൽ ഒത്തിരി അനേക ആളുകൾക്ക് സൗഖ്യം ലഭിക്കാത്ത അനുഭവങ്ങളുണ്ട്. എന്തിന്? ഈ ബെഥസ്ത എന്ന് പറയുന്നതായിട്ടുള്ള ഈ പൂളിന്റെ സൈഡിൽ കരുണയുടെ ഒരു ഭവനമായിട്ട് ഇതിനെ പേര് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിലും അനേകർക്ക് കരുണ കിട്ടാതെ ഇരിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. How is it possible, or when will I receive the holistic healing that Christ gives? ക്രിസ്തു നൽകുന്ന ഈ സമഗ്ര സൗഖ്യം എനിക്കെപ്പോൾ ലഭ്യമായി തീരും? 3 കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. 1, I need to have a thirst. ദാഹം. I need to have a thirst. 6-ാമത്തെ വാക്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. വളരെ ഒരു രീതിയിൽ നോക്കിയാണെങ്കിൽ ഒരു പൊട്ട ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. മനസ്സുണ്ടായിട്ടാണല്ലോ ഈ മനുഷ്യൻ ഇവിടെ വന്ന് കിടക്കുന്നത്. മനസ്സില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇവിടം വരെ വരേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ലല്ലോ. എന്നാൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ അകത്തൊരു ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു ഹിഡൻ മീനിങ് ഐ ബിലീവ്. വേർ ദർ ഇസ് നോ തേഴ്സ്റ്റ്, വാട്ടർ ഹാസ് നോ വാല്യൂ. ദാഹമില്ലാത്തടത്തോളം വെള്ളത്തിന് ഒരു മൂല്യവും ഇല്ല. ദാഹം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളത്തിന് മൂല്യമുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞ ഓൺലി ദ സിക്ക് നീഡ് ഫിസിഷ്യൻ. മറ്റാർക്കും വൈദ്യനെ ആവശ്യമില്ലല്ലോ. രോഗിയായിരിക്കുന്നവർക്ക് മാത്രം വൈദ്യൻ മതി. അതുകൊണ്ട് തന്നെ ആരൊക്കെ ദാഹിച്ച് വലഞ്ഞിരിക്കുന്നു അവർ എൻ്റെ അടുക്കലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ തണുപ്പിക്കാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറയാൻ തക്കോണം ഇടയായി തീർന്നു. 38 സംവത്സരം. യോഹന്നാന്റെ സുവിശേഷം അടയാളങ്ങളുടെ പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സിംബോളിക് ലാംഗ്വേജ് യോഹന്നാൻ സുവിശേഷകൻ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 38 പറയുന്നതായിട്ടുള്ള നമ്പറിനും തീർച്ചയായിട്ടും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. 40 ആയിരുന്നെങ്കിൽ അത് നമുക്കറിയാം, അതൊരു പൂർണ്ണതയുടെ ഒരു അനുഭവം, ഒരു നമ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്ത് ഈ 38? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് 38? വേദപുസ്തകം നമ്മൾ ഒന്ന് പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാമെന്ന ഒരു കഥയാകുന്നു. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് മോശ ഇസ്രായേൽ ജനത്തെ വെളിയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം. അങ്ങനെ കൊണ്ടുപോകുന്നതായിട്ടുള്ള സമയത്ത് ഹോരേബ് പർവ്വതത്തിൽ, സീനായ് പർവ്വതത്തിലേക്ക് അവരവിടെ എത്തുന്നു. അത് കഴിഞ്ഞ് 40 വർഷം മരുഭൂമിയിലായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നു. ആവർത്തന പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ ഒന്ന് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, സീനായ് പർവ്വതത്തിൽ മോശ ആയിരിക്കുമ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, ഇറ്റ് ഹാസ് ബീൻ ലോങ് ദാറ്റ് യു ആർ ഹിയർ ഓൺ ദിസ് മൗണ്ടൻ. കുറെ നാളായല്ലോ ഈ മലയിൽ ആയിട്ട്, അതുകൊണ്ട് നീ പോകുക. അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ നാട്ടിലേക്ക് നീ പോകുക. ടേക്ക് പൊസഷൻ ഓഫ് ഇറ്റ് എന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരുടെ യാത്ര ചെയ്യുകയാണ്. കാദേശ് ബർണിയ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. ദൈവം നൽകിയ വാഗ്ദാനമാണ്, എന്നാൽ ഇവർക്ക് അത്രത്തോളം ഒരു ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്തത് കൊണ്ട് ചില സ്പൈസിനെ വിടുകയാണ് നോക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ്, ശരിയാണോ, എല്ലാം പോകാനായിട്ട് പറ്റുമോ എല്ലാം. പോയി വന്ന് തിരിച്ചു പറയുന്നവർ നല്ല സ്ഥലം, ഹെൽത്തി പ്രൊഡ്യൂസ്, എല്ലാം സൂപ്പർബാണ്. എന്നാൽ അവിടെ ചില മല്ലന്മാരുമുണ്ട്, ഹെൽത്തി ജയൻസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ പറയുന്നു, ദിസ് ഈസ് എ ബാഡ് ഐഡിയ. ഈ സമയത്ത് ഈ സ്ഥലത്തേക്ക് നമ്മൾ കയറാനായിട്ട് പാടില്ല, നമ്മൾ ഇവിടേക്ക് പോകാൻ പാടില്ല. എന്നാൽ ഇത് അനുഭവം നടക്കുമ്പോൾ അതിശയകരമായ രീതിയിൽ ഇതാ ദൈവം അവരെ വിടുവിച്ചു എന്ന് അവർ മറന്നുപോയി. ഇതാ രാത്രികളിൽ അവർക്ക് മേഘസ്തംഭമായി, അവർക്ക് ഇതാ ഓരോ നിമിഷവും അവരുടെ കൂടെ നടക്കുന്നതായിട്ടുള്ള ക്ലൗഡായിട്ട്, ഫയറായിട്ട് ദൈവത്തെ അവർ കണ്ടിട്ടും അവർ മറന്നുപോയി. അവരുടെ ജീവിത അനുഭവങ്ങളിൽ തൊട്ടു മുൻപിൽ ഇത്തരത്തിലെ ഒരു ചെറിയ ഒപ്പോസിഷൻ കണ്ടപ്പോൾ, അവരുടെ മുൻപ് നടന്നതായിട്ടുള്ള പലതും അവർ മറന്നു കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, ദൈവം തീർച്ചയായിട്ടും നമ്മളെ നശിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദൈവം പറഞ്ഞു, എന്നാ പിന്നെ ശരി, നീ ഇപ്പോൾ അങ്ങോട്ട് ഉടനെ പോകണ്ട. അങ്ങനെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കട്ടെ. ആൻഡ് ദ ടൈം ഫ്രം ആർ ലിവിംഗ് കാദേശ് ബർണിയ until we crossed the brook Zereth was 38 years, until the entire generation, that is the men of war, had perished from the camp. അന്നുണ്ടായിരുന്നതായിട്ടുള്ള ആളുകൾ
ഈ പോകാൻ വിസമ്മതിച്ചതായിട്ടുള്ള ആളുകൾ എല്ലാം പെരിഷായി കഴിഞ്ഞിട്ട് മാത്രമേ അവർക്ക് ഈ സ്ഥലത്തേക്ക് കയറാൻ തക്കോണം സാധ്യമായി തീർന്നുള്ളൂ. 38 സംവത്സരങ്ങൾ. ഒരു പക്ഷെങ്കിൽ ഈ പറയുന്നതായിട്ടുള്ള മനുഷ്യനും വളരെ ആഗ്രഹത്തോടുകൂടിയാണ് ഈ ബെത്തസ്ത എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് വന്നു ചേർന്നിരിക്കുന്നത്. എന്നാൽ ഈ ബെത്തസ്ത എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു ചേർന്നിരിക്കുമ്പോഴും അവിടെ എത്തിക്കഴിയുമ്പോഴും പൂർണ്ണമായിട്ട് അവന് സൗഖ്യമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ദാഹം കൊണ്ടാണോ അവൻ ഇവിടെ വന്നിരിക്കുന്നത്? അത്രമാത്രം ദാഹം ഉണ്ടായിരുന്നെങ്കിൽ there would have been no other option. അവനെ ഇവിടെ അവൻ നടക്കാൻ പറ്റുന്നില്ല, അവൻ ഒരു ഇൻവാലിഡ് ആകുന്നു എന്നാണ് ഇംഗ്ലീഷിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെങ്കിൽ കൊണ്ടുവന്ന ആളിനോട് പറയാമല്ലോ, നീ ഒന്ന് നിൽക്ക്, എന്നെ ഇങ്ങോട്ടൊന്ന് ഇട്. പക്ഷെങ്കിൽ അതും അവൻ പറയുന്നില്ല. അപ്പോൾ എവിടെയോ അവിടെ ഒരു പിന്മാറ്റത്തിന്റെ ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്കുണ്ടാകേണ്ടത് ഐ നീഡ് ടു ഹാവ് എ തേഴ്സ്റ്റ്, ഒരു ദാഹം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം. എ ഡിസയർ ടു ബി ഹീൽഡ്, സൗഖ്യമാകണം എന്നുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഇന്ന് എനിക്കുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നമ്മളോട് തന്നെ ചോദിക്കണം. 2, ഒരു തേഴ്സ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ 2 ഹോളിസ്റ്റിക് ഹീലിംഗിന് ആവശ്യമാണ് ട്രസ്റ്റ്. തേഴ്സ്റ്റ് എനിക്ക് വേണം, എ ഡിസയർ ടു ബി ഹീൽഡ്. 2, ട്രസ്റ്റ്, ബിലീവിങ് ഇൻ ഗോഡ് ആൻഡ് ബിലീവിങ് ഇൻ മൈസെൽഫ്. രണ്ടും അത്യാവശ്യം. ദൈവത്തിലും വിശ്വസിക്കണം, ദൈവത്തിന്റെ സൃഷ്ടിയായ എന്നിലും ഞാൻ വിശ്വസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ മനുഷ്യന് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല. പക്ഷെങ്കിൽ യേശു ക്രിസ്തു അവന് കൊടുക്കുന്നതായിട്ടുള്ള വലിയൊരു ബോധ്യം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഈ ഭാഗം വായിക്കുന്നതായിട്ടുള്ള സമയത്ത് അവൻ തിരിച്ച് കർത്താവിനോട് കൊടുക്കുന്ന മറുപടിയാണ് 7-ാം വാക്യം. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുൻപായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ്റെ ഒരു സ്റ്റേറ്റ് നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഹീ ഈസ് ഡിസേബിൾഡ്, ഹീ ഈസ് ഡെസ്പറേറ്റ് ആൻഡ് ഹീ ഈസ് ഡിസപ്പോയിൻറ്റഡ്. അവൻ്റെ ഒരു ജീവിത ശൈലി, അവൻ്റെ ഈ വാചകങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ അവൻ ബലഹീനനാകുന്നു, വൈകല്യമുള്ളവനാകുന്നു, നിരാശജനകമാണ്. അവനിൽ നിന്ന് ഒരു ഫലവും ഉണ്ടാകത്തില്ല. നിഷ്ഫലത്വത്തിൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ അവൻ കടന്നു പോകുകയാണ്. എന്നാൽ ഈ ഒരു വേദഭാഗത്തിൽ അവൻ കൊടുക്കുന്ന മറുപടികൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഹീ ഈസ് ബ്ലെയിമിങ് അതർ പീപ്പിൾ ഫോർ ഹിസ് ഇന്നബിലിറ്റി. ഹീ ഈസ് ബ്ലെയിമിങ് അതർ പീപ്പിൾ ഫോർ ഹിസ് ലേസിനെസ്. അവൻ്റെ ഒരു അലസത, അവൻ്റെ ഒരു മടി, ഒരു പക്ഷെങ്കിൽ അതിനവൻ ബ്ലെയിം ചെയ്യുന്നത് മറ്റുള്ളവരെയാണ്. നമ്മുടെ ഒരു ജീവിത ശൈലി എടുത്തു നോക്കിയാൽ ഇന്ന് നമ്മൾ പലതും ആയിത്തീരാത്തതിനെ കുറിച്ച് നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരെയാണ്. കുഞ്ഞുങ്ങൾ സാധാരണ മാതാപിതാക്കളെ ബ്ലെയിം ചെയ്തു. നിങ്ങൾ വളർത്തേണ്ടതുപോലെ ഞങ്ങളെ വളർത്തിയില്ല, നിങ്ങൾ തരേണ്ടതെല്ലാം ഞങ്ങൾക്ക് തന്നില്ല. എന്നാൽ തന്നതായിട്ടുള്ള സാഹചര്യത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധ്യമായി തീർന്നു. ഓഫീസിലായിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ബോസിനെ ബ്ലെയിം ചെയ്യും, അദ്ദേഹം കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയും. വീട്ടിലായിരിക്കും ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും ബ്ലെയിം ചെയ്യും. നമ്മൾ താമസിക്കുന്ന പട്ടണത്തെ നമ്മൾ ബ്ലെയിം ചെയ്യും. പള്ളിയിലായിരിക്കുമ്പോൾ പട്ടക്കാരനെ നമ്മൾ ബ്ലെയിം ചെയ്യും. ഒരു സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ഒരു രാജ്യത്തിൽ വസിക്കുമ്പോൾ ഗവൺമെന്റിനെ നമ്മൾ ബ്ലെയിം ചെയ്യും. ആരെങ്കിലുമൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണ്. എന്നാൽ കർത്താവിൻ്റെ റെസ്പോൺസ് ഭയങ്കരമാണ്. ഒരു ആന്റി ക്ലൈമാറ്റിക് റെസ്പോൺസ് ആണ് കർത്താവിൻ്റെ റെസ്പോൺസ്. കർത്താവ് ഇത് കേട്ട് കഴിയുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി ഇപ്രകാരമാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കാം. ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ, സൗഖ്യദായ ശുശ്രൂഷയിൽ കർത്താവ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. കർത്താവ് അവനെ വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നില്ല. മറുഭാഷയിലെങ്ങും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ സൗഖ്യദായ ശുശ്രൂഷയിൽ അവനെ ഒന്ന് തൊടുന്നില്ല. അത്തരത്തിൽ ഒരു സംഭവം നടക്കുന്നില്ല. കർത്താവ് പറയുന്ന ഒറ്റ വാചകമാണ്, ഗെറ്റ് അപ്പ് ആൻഡ് വാക്ക്, ടേക്ക് യുവർ മാറ്റ് ആൻഡ് വാക്ക്. നീ എഴുന്നേൽക്കുക, നിന്റെ കിടക്ക എടുത്ത് നീ നടക്കുക. കർത്താവ് അവന്റെ ഉള്ളിൽ തന്നെ ഉള്ള ചില പൊട്ടൻഷ്യലിനെ അവനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ രോഗത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ, നമ്മൾ പ്രയാസത്തിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ, ബലഹീനതയുടെ ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ, ഇതിനൊന്നും ഞാൻ കേപ്പബിൾ അല്ല എന്നുള്ള ഒരു ബോധ്യം മനസ്സിൽ നമ്മളെ വളരെയധികം അലട്ടും. ആ ഒരു അലട്ടലാണ് പലതിനും നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭവം ആയിത്തീരുന്നത്. ഈ ഒരു പവർ ഈ ഡോർമെന്റ് മാനിൽ നിന്ന് കർത്താവ് ഉണർത്തുകയാണ്. അവന് തന്നെ അറിയത്തില്ലായിരുന്നു അവൻ ഈ ഒരു അബിലിറ്റി ഉണ്ട് എന്ന്. അവൻ ഒരു പക്ഷെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ അവൻ സന്തോഷമായിട്ടിരിക്കുകയാണ് ഈ 38 സംവത്സരങ്ങളും. ഈ അതിശയകരമായ ഒരു ശക്തി അവൻ്റെ ഉള്ളിലുണ്ട് എന്ന് അവന് അറിയത്തില്ലായിരുന്നു. ജോആൻ ഹണ്ടർ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ നല്ലൊരു പുസ്തകമാണ് ഹീലിംഗ് ദ ഹോൾ മാൻ. അതിൻ്റെ 3-ാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ യോർ ഗിഫ്റ്റ്സ് ആൻഡ് ഹിസ് സപ്ലൈ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. യോർ ഗിഫ്റ്റ്സ് ആൻഡ് ഹിസ് സപ്ലൈ. അതിൻ്റെ അകത്ത് ജോഷുവ ആൻഡ്രെസ്കിവി എന്ന് പറയുന്ന ഒരു ആളിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ചാപ്ലേനായിട്ട്, പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഒരു ചാപ്ലേനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടം.
അതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് കം ടു റിയലൈസ് ദാറ്റ് വൈൽ ഫിസിക്കൽ റിസ്റ്റോറേഷൻ മേ നോട്ട് ബി പോസിബിൾ, ഹീലിംഗ് ഓൾവേസ് ഈസ്. ഫിസിക്കലായിട്ടുള്ള ഒരു റിസ്റ്റോറേഷൻ എപ്പോഴും സാധ്യമായി തീരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും സൗഖ്യം സാധ്യമായി തീരാൻ എല്ലായ്പ്പോഴും നടക്കും. എൻ്റെ രോഗം പൂർണ്ണമായിട്ട് മാറണമെന്നില്ല, എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറണമില്ല, പക്ഷെങ്കിൽ എനിക്ക് സൗഖ്യം കിട്ടേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഈ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് കാണാനായിട്ട് സാധ്യമായി തീർന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന 1-2 ഇലസ്ട്രേഷൻ ഇപ്രകാരമാണ്. മരിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ്, അപ്പനും അമ്മയും വെളിയിൽ നിൽക്കുകയാണ്. സർജറി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു, എന്നാൽ ഉറപ്പാണ് ഈ കുഞ്ഞിനി രക്ഷപ്പെടത്തില്ല. എന്നാൽ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞും റൂമിൻ്റെ അകത്തോട്ട് കയറി വന്ന് കൈക്ക് ചേർന്ന് പിടിച്ച് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞിത പ്രാണൻ വിടുന്നത് കാണുവാൻ തക്കോണം ഇടയായിത്തീരുമ്പോൾ അവിടെ ഒരു സൗഖ്യദായ ശുശ്രൂഷ നടക്കുകയാകുന്നു. ഒരു ഭർത്താവിന് ഒരു ഭാര്യയുടെ കുറവുകളെ ക്ഷമിക്കാൻ പറ്റാത്തതായിട്ടുള്ള സമയത്ത് ഈ ഭാര്യ ക്ഷമിക്കുമ്പോൾ ഒരു സൗഖ്യദായ ശുശ്രൂഷ നടക്കുകയാണ്. ഒരു ഭർത്താവ് മരിക്കുമ്പോൾ ഇതാ ഭാര്യ പറയുകയാണ്, എൻ്റെ ഭർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് മറ്റാർക്കെങ്കിലും പ്രയോജനപ്പെടാത്തക്കോണം എന്തെങ്കിലും അവയവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഉപയോഗിച്ചോ എന്ന് പറയുമ്പോൾ ഒരു സൗഖ്യം അവിടെ നടക്കുകയാണ്. എന്തിന്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒത്തിരി മാറ്റിയ ഒരു ചെറിയ സംഭവം. ക്യാൻസർ ബാധിച്ചതായിട്ടുള്ള 8 വയസ്സുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മരിക്കുന്ന അനുഭവങ്ങൾ പല പ്രാവശ്യം ഈ കുഞ്ഞുമായിട്ട് സംസാരിക്കും. എന്നാൽ ഈ കുഞ്ഞ് ഒരു പ്രാവശ്യം ഈ ആളിനോട്, ഈ ചാപ്ലിനോട് തിരിച്ചു പറഞ്ഞ മറുപടി, ക്യാൻസർ ഇസ് ലൈക്ക് ഗോലിയാത്ത് ആൻഡ് ഐ എം ലൈക്ക് ഡേവിഡ്. ക്യാൻസർ ഗോലിയാത്തിനെ പോലെ എന്നെ ഇതാ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു, പക്ഷെങ്കിൽ ഞാൻ ദാവീദാകുന്നു എന്ന് ആ കുഞ്ഞ് പറയുമ്പോൾ മരണം ഉറപ്പാണ്. ആ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല, രോഗം മാറ്റമില്ല, പക്ഷെങ്കിൽ അവിടെ ഒരു സൗഖ്യം തീർച്ചയായിട്ടും ഉണ്ട്. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹീലിംഗ് എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു ട്രസ്റ്റ്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മൈസെൽഫ്. എന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ആ ക്രിയേറ്റീവ് പവർ എന്നിലും ഇതാ നൽകിയിട്ടുണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു ബോധ്യം, ആ പൊട്ടൻഷ്യൽ എൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മളിലെ പല അസുഖങ്ങളും മാറാനായിട്ട് ഇടയായിത്തീരും. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഐ നീഡ് ടു ഹാവ് എ തേഴ്സ്റ്റ്, ഒരു ദാഹം ഉണ്ടായിരിക്കണം, എനിക്കൊരു വാഞ്ച ഉണ്ടായിരിക്കണം, ഇതെന്നിൽ നിന്ന് മാറണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരിക്കണം. ആ ദാഹം നിശ്ചയിക്കും ഞാൻ ഏതറ്റത്തോളം പോകുമെന്ന്. 2, ഐ നീഡ് ടു ഹാവ് എ ട്രസ്റ്റ്, ഒരു ഉറപ്പ്, ഒരു വിശ്വാസം ദൈവത്തിലും എന്നിലും ഉണ്ടായിരിക്കണം. അവസാനമായിട്ട് ഞാൻ പറയും, ഐ നീഡ് ടു ഹാവ് എ ത്രസ്റ്റ്. ഈ ഒരു സൗഖ്യം എനിക്ക് ദൈവം നൽകി തരുമ്പോൾ ഹി ഈസ് ഗിവിംഗ് മീ എ ത്രസ്റ്റ്. എന്താണ് ത്രസ്റ്റ് നൽകുന്നത്? ഹീലിംഗ് കംസ് വിത്ത് എ റെസ്പോൺസിബിലിറ്റി. സൗഖ്യം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തോടു കൂടിയാണ് സൗഖ്യം നമുക്ക് ലഭിക്കുന്നത്. അതിനാണ് ഞാൻ 14-ാമത്തെ വാക്യം കൂടെ വായിച്ചത്. 14-ാമത്തെ വാക്യത്തിൽ ഇതാ ഈ ആൾക്ക് സൗഖ്യം വന്നു കഴിഞ്ഞ് വീണ്ടും കർത്താവ് അവനെ ദേവാലയത്തിൽ വെച്ച് കാണുകയാണ്. ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. സീ യു ആർ വെൽ, നിന്നെ ഞാൻ കാണുമ്പോൾ ഇതാ നീ പൂർണ്ണമായിട്ട് സൗഖ്യമായിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിനക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്, ഒരു ഉത്തരവാദിത്തം കൂടെ ഉണ്ട്. നിന്റെ ജീവിതത്തിൽ നിനക്ക് സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 ടൈം ഇവന്റ് അല്ല, ഇതൊരു 1 ടൈം പ്രോസസ് അല്ല, ഇത് നിരന്തരം നീ ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ വീണ്ടും നീ ആ അവസ്ഥയിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പാപം ഇവിടെ പറയുന്നു, നമ്മുടെ മനസ്സിലാക്കൽ, നമ്മുടെ ചിന്താഗതികൾ എന്തുമാകാം എന്നെ വീണ്ടും ആ അവസ്ഥയിലേക്ക് നമ്മളെ വേണമെങ്കിൽ കൊണ്ടുപോകാം. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 ചോയ്സാണ്. കർത്താവ് എഴുന്നേൽക്ക, നിന്റെ കിടക്ക എടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ, ഗെറ്റ് അപ്പ്, ടേക്ക് അപ്പ് യുവർ മാറ്റ് ആൻഡ് വാക്ക് എന്ന് പറയുമ്പോൾ 2 ഓപ്ഷനാണ് അവൻ്റെ മുൻപിൽ. ഒന്ന്, ഹി ക്യാൻ ചൂസ് ഹെൽപ്ലെസ്നെസ് ഓർ ഹി ക്യാൻ ചൂസ് ഹോൾലെസ്നെസ്. ഒന്നെങ്കിൽ ഹെൽപ്ലെസ്നെസ് ആയിരിക്കുന്ന ഈ ഒരു ബലഹീനത അവസ്ഥയിൽ തന്നെ അവൻ കഴിയുക, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു തന്നിട്ടുള്ള ഈ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് ഇവൻ ഇതാ പ്രവേശിക്കാനായിട്ട് സാധ്യമായി തീരും. ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് ഈസ് ലേൺഡ് ആൻഡ് ക്യാൻ ബി അൺലേൺഡ്. എന്നാൽ നമ്മൾ ഇത് പഠിച്ചതാണ് ഹെൽപ്ലെസ്നെസ്, എന്നാൽ ഇതിനെ വീണ്ടും അൺലേൺ ചെയ്യാനായിട്ടും സാധ്യമായി തീരും. ഇവനെ സംബന്ധിച്ചിടത്തോളം 38 സംവത്സരവും അവൻ ലേൺ ചെയ്ത ഒരു ഹെൽപ്ലെസ്നെസ്സിനെ അവൻ അൺലേൺ ചെയ്തപ്പോഴാണ് ഹോൾനെസ്സിലേക്ക് അവൻ എത്താനായിട്ട് സാധ്യമായി തീർന്നത്. ഈ അൺലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു സറണ്ടർ ഇൻ വാട്ട് വി ക്യാൻ ഡു.
എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുക. ഐ നീഡ് ടു കമ്മിറ്റ് ലിവിങ് റെസ്പോൺസിബിളി. കർത്താവ് ഈ സൗഖ്യം അവന് നൽകുമ്പോൾ അവനോട് പറയുന്നുണ്ട്, നീ നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. ഈ കിടക്ക അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കംഫർട്ട് സോണായിരുന്നു. പക്ഷെങ്കിൽ ഈ കംഫർട്ട് സോണിനെ മാറ്റാൻ അവൻ തയ്യാറായി തീരുകയാണ്. ഈ കിടക്ക ഒരു പക്ഷെങ്കിൽ അവൻ്റെ പ്രസൻറ്റ് ബാഡ് കണ്ടീഷനാണ്, പക്ഷെങ്കിൽ ഹീ ഈസ് കംഫർട്ടബിൾ ഇൻ ദാറ്റ്. എന്നാൽ അതിനെ മാറ്റാൻ അവൻ റെഡിയായി തീരുകയാണ്. ഈ കിടക്ക അവനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ക്യൂസാണ്. മറ്റുള്ളവർ എന്നെ സഹായിക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ ആയിരിക്കുന്നത്. അത് ഹാൻഡിക്യാപ്പിൻ്റെയും ഷെയിമിൻ്റെയും ഒരു പ്രതീകമാകുമ്പോൾ ഇതാ അവൻ തിരഞ്ഞെടുക്കുകയാണ് ഹോൾനെസ്സിൻ്റെ ഒരനുഭവം, പൂർണ്ണതയുടെ ഒരനുഭവം. പലതും നമ്മുടെ ഇവിടെ മനസ്സിലാണ് ഇരിക്കുന്നത്. പല അസുഖങ്ങളും പല രോഗങ്ങളും. പല രോഗങ്ങളുടെയും ഉറവിടം ഇവിടെ തന്നെയാണ്. ചിലപ്പോൾ സ്ട്രെസ് ആയിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരോടുള്ളൊരു ദേഷ്യം, വിദ്വേഷമായിരിക്കാം. ഒരു ഡോക്ടറിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കുന്നതായിട്ടുള്ള ആ ഡോക്ടർ ഇങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിന് നേരത്തെ തലയിലൊക്കെയും ഇത് ഇങ്ങനെ ഡാൻഡ്രഫ് പോലെ ഭയങ്കരമായിട്ട് വന്നപ്പോൾ കൊണ്ട് കാണിച്ചപ്പോൾ ആദ്യത്തെ ഒരു ഡോക്ടർ പറഞ്ഞു ഇവന് സോറിയാസിസ് ആണ്. അപ്പോൾ ഞങ്ങൾ ആ ഡോക്ടറിനോട് ഇതൊക്കെയും പറഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ സോറിയാസിസ് അസുഖം എന്ന് പറയുന്നത് അത് ഇവിടെ നിന്നുണ്ടാകുന്നതാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടാണ്. ചിലരോടുള്ള ഒരു വിദ്വേഷം, ചൈൽഡ്ഹുഡിലെ ചില പ്രയാസങ്ങൾ, അതൊന്നും മാറ്റാതെ വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അത് എവിടെയെങ്കിലുമൊക്കെ വെളിയിലോട്ട് ചാടി വരണ്ടേ. അതിൻ്റെ ഒരു അനുഭവമാണ് ഒരു 80% ആളുകൾക്കും സോറിയാസിസ് എന്ന് പറയുന്നു. പലതും ഇവിടെയാണ്. ഇന്ന് പലതും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്നതും എല്ലാം ഇവിടെയാണ്. എന്നാൽ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഹി ഹാസ് ഗിവൻ മീ ദാറ്റ് ക്രിയേറ്റീവ് പവർ ടു. ആ സൃഷ്ടി പ്രക്രിയയിലുള്ള ആ ഒരു വലിയ ശക്തി ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകണം. ക്രിസ്തു എപ്പോഴും നമ്മളെ ഹോൾനെസ്സിൽ കാണാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ. ഒന്ന്, ഐ നീഡ് ടു ഹാവ് എ തേഴ്സ്റ്റ്. ഒരു ദാഹമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ ഈ സൗഖ്യം വേണമെന്ന് അത്രമാത്രം ഒരു താല്പര്യം ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ സമഗ്ര സൗഖ്യത്തിലേക്ക് ആദ്യത്തെ പടിയാണ് ഐ തേഴ്സ്റ്റ്. 2, എ ട്രസ്റ്റ്. ബിലീവിങ് ഇൻ ഗോഡ് ആൻഡ് ബിലീവിങ് ഇൻ മൈസെൽഫ്. ദൈവത്തിൽ വിശ്വസിക്കണം, ഇനി യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള എനിക്ക് എന്നിലൊരു വിശ്വാസം ഉണ്ടാകണം. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഐ നോ വാട്ട് ഹി ക്യാൻ ഡു വിത്ത് മീ എന്നുള്ള ഒരു ബോധ്യം. അവസാനം ദർ ഇസ് എ ത്രസ്റ്റ്. ഒരു ഏൽപ്പിക്കലാണ്, ഒരു ചുമതല നൽകുകയാണ്. ഈ സൗഖ്യം നിനക്ക് നൽകിയല്ലോ, വീണ്ടും അതേ അവസ്ഥയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ പോകല്ലേ, ഇനി നന്നായിട്ട് തന്നെ നീ ജീവിക്കുക. ഇനിമേൽ പാപം നീ ചെയ്യാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആരോടെങ്കിലും വിദ്വേഷമോ പകമോ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൽ പല രോഗങ്ങളായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ എനിക്കിന്ന് ക്യാൻസർ കാണത്തില്ല, നോക്കിയെങ്കിൽ അറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്. ഒരു പക്ഷെങ്കിൽ ഞാൻ ഇന്നൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ല, നോക്കിയെങ്കിൽ അറിയാം ഉണ്ടോ ഇല്ലേ എന്ന്. ഇതൊന്നും നോക്കാത്തത് കൊണ്ട് ഇതുവരെ ഞാൻ ഇതൊന്നുമല്ല. പക്ഷെങ്കിൽ ഞാനൊരു രോഗിയാണ്. കാരണം ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു പൂർണ്ണതയിലേക്ക് എനിക്കെത്താൻ സാധ്യമായി തീർന്നിട്ടില്ല. എൻ്റെ ഫിസിക്കൽ ലെവലിൽ, എൻ്റെ ഇമോഷണൽ ലെവലിൽ, എൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ലെവലിൽ, എൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ ദൈവം ആഗ്രഹിച്ച പൂർണ്ണതയിൽ ഞാൻ എത്താൻ സാധ്യമായി തീരാത്തത് കൊണ്ട് ഇന്നെനിക്ക് ഈ പൂർണ്ണത എത്താൻ സാധ്യമായി തീർന്നിട്ടില്ല. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ക്രൈസ്റ്റ് ഇസ് കോളിംഗ് അസ് ടു ബി ഹോൾ. ഈ ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് കർത്താവ് നിരന്തരം നമുക്ക് നൽകിയാണ്. ഓരോ ഞായറാഴ്ചത്തെയും ഈ തിരുവത്താഴം അതിൻ്റെ ഒരു വലിയ സൂചനയാണ്. ഓരോ ഞായറാഴ്ചത്തെയും നടക്കുന്ന കുമ്പസാരത്തിൻ്റെ ആ വലിയൊരു കൂദാശ അതിൻ്റെ ഒരു സൂചനയാണ്. ചെയ്തു പോയിരിക്കുന്ന കുറ്റങ്ങൾ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അവനോട് ഇതൊക്കെ ചെയ്തു പോയി എന്ന് വീണ്ടും ഒന്ന് ഏറ്റു പറയുകയും ഇനിമേൽ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് നൽകുമ്പോൾ ആ ഒരു പൂർണ്ണതയിലേക്കുള്ള ഒരു വലിയ വിളിയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എന്നാൽ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തയ്യാറായി തീർന്നിട്ടുണ്ടോ? ആകാത്തത് കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എല്ലാവരും രോഗികളാണ്. എന്നാൽ ഈ രോഗത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ ത്രിയേക ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം.